കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പാറശാല SHO അനിൽകുമാറിനെതിരെ ഇന്ന് വകുപ്പുതല നടപടിയുണ്ടാകും. തിരുവനന്തപുരം റൂറൽ SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യാനാണ് റേഞ്ച് DIG ദക്ഷിണ മേഖല IGക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. പ്രതീഷ്, ഈ നടപടി എപ്പോൾ പ്രതീക്ഷിക്കാം? പ്രതീഷ്, ഉന്മേഷ, ഇന്ന് തന്നെ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പാറശാല SHO അനിൽകുമാറിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നതാണ് റൂറൽ SPയുടെ റിപ്പോർട്ട്. റൂറൽ SPയുടെ റിപ്പോർട്ട് റേഞ്ച് IG ദക്ഷിണ മേഖല IGക്ക് കൈമാറിയിട്ടുണ്ട്. സസ്പെൻഷൻ ആയിരിക്കും ഉദ്യോഗസ്ഥനെതിരെ ആദ്യ അച്ചടക്ക നടപടിയായി ഉണ്ടാകുന്നത്. ഇതിൽ കിളിമാനൂരിൽ വെച്ച ഈ വഴിയാത്രക്കാരനായ രാജനെ ഇടിച്ചു തെറിപ്പിക്കുകയും വാഹനം ഇടിച്ചതിന് ശേഷം നിർത്താതെ പോവുകയുമായിരുന്നു അനിൽകുമാർ ചെയ്തത്. 1 മണിക്കൂറോളം ചോരയിൽ കുളിച്ചു കിടന്ന രാജൻ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. ഇത്തരത്തിൽ വാഹനമിടിച്ച് അപകടമുണ്ടാക്കിയിട്ടും ഈ അപകടം പറ്റിയ ആളെ രക്ഷിക്കാൻ പോലും ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായില്ല എന്നതാണ് ഈ റിപ്പോർട്ടിലടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി വേണമെന്ന ഒരു നിർദ്ദേശം റൂറൽ SP റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട്. ബംഗളൂരുവിലായിരുന്ന അനിൽകുമാർ ഈ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യത്തിനും ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നു എന്നതാണ് വിവരം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ ചുമതലയുള്ള ആറ്റിങ്ങൽ DYSPക്ക് മുന്നിൽ ഹാജരാകാൻ റൂറൽ SP ഈ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് മുന്നോടിയായി തന്നെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.